പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെട്ടിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ശ്രദ്ധയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഹല്ലേലൂയ. എന്താണ് വായിച്ചു? വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന ഈ വചനഭാഗത്ത് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലെ ഒരു ചോദ്യമാണ്, ദൈവം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടോ? ദൈവം എല്ലാവരെയും തെരഞ്ഞെടുക്കുന്നുണ്ടോ? ദൈവത്തിന് എല്ലാവരെയും വേണോ എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തും ഉയരുന്നുണ്ട്. പലരോടും സുവിശേഷം പറയുമ്പോൾ, പലരോടും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, ഞങ്ങളെ ദൈവത്തിന് ഇഷ്ടമില്ല, ഞങ്ങളോട് ദൈവം സ്നേഹമില്ല, ദൈവം ക്രിസ്ത്യാനികളുടെ മാത്രമാണെന്ന്. എന്നാൽ ക്രിസ്ത്യാനികളോട് ചോദിക്കുമ്പോൾ പറയുന്നത്, അവർക്കും ദൈവത്തിൽ വിശ്വാസമില്ല, ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവർ പോലും പറയുന്ന ചില കാഴ്ചകൾ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ചോദ്യചിഹ്നമാണ്, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ആരെയാണ് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നുള്ള ചിന്തയുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതോടുകൂടെ അല്ലെങ്കിൽ മനുഷ്യൻ പാപ പരിഹാരം പ്രാപിച്ച് നിത്യജീവനിലെത്തി സ്വർഗരാജ്യത്തിൽ കാണുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പം നിത്യമായ രാജ്യത്തിൽ ചെല്ലോ, സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ യേശുവിനെ വിശ്വസിക്കണോ? ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും പാപ പരിഹാരം വരുത്തണം, എല്ലാവരും നിത്യതയിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ആമേൻ, സ്തോത്രം. അനേകരുടെ പാപത്തിന് പരിഹാരം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ക്ഷണിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറയുമ്പോൾ യേശു ലോകത്തിന്റെ രക്ഷകനാണെന്ന് നാം വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4:42 വായിച്ചാൽ കാണാൻ കഴിയും. 1 യോഹന്നാന്റെ 4:14 വായിച്ചാൽ കാണാൻ കഴിയും. അവൻ ലോകത്തിന്റെ പാപങ്ങൾക്കായി മരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ലോകത്തിലെ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിനൊരിക്കലും മാറ്റമില്ല, അതിനൊരിക്കലും തർക്കമില്ല, അത് മറ്റൊരാൾ ചോദിക്കേണ്ട. ലോകം ഉണ്ടായ കാലം തൊട്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമില്ലാതെ കിടന്നപ്പോൾ ഇന്ത്യക്ക് 2025 വർഷം മുമ്പ്, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യുവദീവാവേ, സഹോദര, നിന്റെ പാപത്തിന് വേണ്ടി യേശു വന്നു. യേശു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അവൻ നിന്റെ രക്ഷകനാണ്. ഹല്ലേലൂയ. അത് യോഹന്നാന്റെ സുവിശേഷം 1:29 1 യോഹന്നാന്റെ 2:2 വായിച്ച കാണാൻ കഴിയും. മാത്രമല്ല, ദൈവം എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം ദൈവം ആഗ്രഹിക്കും. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുക. എന്നാൽ ലോകത്തിന് ആഗ്രഹമില്ല, ലോക നേതാക്കന്മാർക്ക് ആഗ്രഹമില്ല, മത നേതാക്കന്മാർക്ക് ആഗ്രഹമില്ല, മനുഷ്യന് ആർക്കുവാനും ചിന്തയില്ല. മനുഷ്യൻ പറയും, അവൻ നശിച്ചു പോകട്ടെ, അവൻ പിടിഞ്ഞു പോകട്ടെ, അവനത് വരണം, അവന് സംഭവിക്കേണ്ടതാകുമെന്ന് പറയുമ്പോൾ യേശു എല്ലാവരും രക്ഷിക്കപ്പെടണം, മനസ്സാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് പൗലോസ് രേഖപ്പെടുത്ത കാണാൻ കഴിയും. എല്ലാ മനുഷ്യരും, ഹല്ലേലൂയ, പാപത്തിന് അധീനമായി ശരീരത്തിൽ ജീവിക്കുന്നവരാണ്. എല്ലാവരും പാപത്തിന് അധീനമായി ശരീരത്തിൽ ജീവിക്കണം. പാപം നിറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതം. അതിന് പരിഹാരം വരുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ചില ക്രൈസ്തവർ കരുതുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അതിന്റെ അർത്ഥം ദൈവം, ഹല്ലേലൂയ, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുമോ? ചില, ഹല്ലേലൂയ, ക്രൈസ്തവർ കരുതുന്നു, അവരുടെ ചിന്തയും, യേശു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയുമോ? എല്ലാവരും മനുഷ്യരാണല്ലോ, മനുഷ്യന്റെ എല്ലാ പാപത്തിനും ഒരു മനുഷ്യന് മാത്രം ഇങ്ങനെ പാപശുദ്ധീകരണം വരുത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ വിധത്തിലുമുള്ള മനുഷ്യരെ യേശു സ്നേഹിക്കുന്നു. എല്ലാ വിധത്തിലുള്ള മനുഷ്യരെ യേശു സ്നേഹിക്കുന്നു. ആമേനല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ വകുപ്പുകളിൽ ഉൾപ്പെട്ട ചില വ്യക്തികളെ ദൈവം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. എല്ലാ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ സകല ജാതി മതസ്ഥരെയും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും യേശു വിളിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യം പറയുന്നത്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തരുന്നു. അപ്പോൾ വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എത്രയെന്ന് പറയുമ്പോൾ, നിങ്ങൾ കർത്താവായ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുമ്പോൾ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ, പാപത്തിന് ശുദ്ധീകരണം വരുത്തുമ്പോൾ, നിങ്ങൾ എത്ര കൊടിയ പാപിയായിരുന്നാലും നിങ്ങളുടെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു തരും.
ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, ഹല്ലേലൂയ, ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നു, നിങ്ങളെ വിളിച്ചു എന്നൊരു ഉറപ്പ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ക്രിസ്തുവിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ക്രിസ്തുവാണ് പാപപരിഹാരം, മാനവകുലത്തിന്റെ പാപത്തിന്റെ ക്രൂശിൽ മരിച്ചവനും മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവനും എഴുത്തിന് സ്വർഗാരോപണം ചെയ്തവനും യേശു മാത്രമാണ് താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സദ്വാർത്ത ലോകം മുഴുവൻ അറിയിക്കണമെന്ന് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം തന്റെ ശിഷ്യന്മാരെ ലോകമെമ്പാടും വിളിച്ചു വേർതിരിച്ചുകൊണ്ട് ഈ സുവിശേഷം സകല ജനത്തോടും പങ്കുവെക്കുകയാണ്. എന്തിനാണ്? താങ്കളെ സുവിശേഷം കേൾപ്പിക്കാൻ വേണ്ടി. താങ്കളെ തെരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി സ്വർഗരാജ്യത്തിന്റെ സകല നന്മകളും ഗുണങ്ങളും നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി, മരണാനന്തരം താങ്കൾ നിത്യ നരകത്തിലേക്ക് പോയി കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള അനുഭവത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി യേശു നിങ്ങളുടെ കാതുകളിൽ സുവിശേഷം കേൾപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സുവിശേഷമായി നിന്റെ അരികിലേക്ക് കടന്നു വന്ന പലരും നീ ആട്ടി ഓടിച്ചിട്ടില്ലേ, ഇറക്കിയിട്ടില്ല, കഥക് ആമെ കുട്ടി അടച്ചിട്ടില്ലേ, പലരും നീ പള്ളു പറഞ്ഞിട്ടില്ല, അവരെ കുറിച്ച് അസഭ്യം വിളിച്ചു പറഞ്ഞിട്ടില്ലേ. പക്ഷെ എന്താണ് അവരൊക്കെ കേട്ടിട്ട് മടങ്ങിപ്പോയത്? നിന്റെ മാനസാന്തരത്തെ ഓർത്ത് അവർ തിരിച്ചൊന്നും പറയാതെ പോയി. കാരണം നീ ക്രിസ്തുവിന്റെ വകയാണ്, നീ ക്രിസ്തുവിനുള്ളവളാണെന്ന് കർത്താവിന് അറിയാം. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്നോടും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ എല്ലാ മനുഷ്യരും, എന്നാൽ ഓരോ വ്യക്തിയും ഹല്ലേലൂയ പാപത്തിൽ നിറയപ്പെട്ടവരാണ്. ആ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഏക പ്രത്യാശ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവം എല്ലാ മനുഷ്യരെയും വിളിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ ഭാവിക്കാൻ അവൻ ഇച്ഛിച്ചു ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് 2 പത്രോസ് ലേഖനം 3-ാമത്തെ നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അല്ലല്ലോ, അപ്പൊ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ലോകം അങ്ങനെയാണോ ചിന്തിക്കുന്നത്? മതങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? മത നേതാക്കന്മാരങ്ങനെ ചിന്തിക്കുന്നത്? അവരെല്ലാവരെയും തകർത്തുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ആരും നശിച്ചു പോകാതെ എല്ലാവരും അദ്വിത്യമായി പരദീസയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന പ്രശ്നം, താങ്കൾ എത്ര കൊടിയ പാപിയായിരുന്നാലും, താങ്കളുടെ പാപം ലോകം ക്ഷമിച്ചെങ്കിലും, ഇവിടുത്തെ നിയമം ക്ഷമിച്ചില്ലെങ്കിലും, താങ്കളുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ ആരും ക്ഷമിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ പാപത്തെ യേശു ക്ഷമിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ കാര്യം എങ്ങനെയാണ് മിക്ക ക്രിസ്ത്യാനികളും ചിന്തിക്കുന്നത്? അവർക്ക് രക്ഷ സാധ്യമാണോ എന്നാണ്. യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുണ്ട്, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട്. അതിന്റെ ഇടയിലേക്കാണ് യേശു ഇന്ന് ലോകമെമ്പാട് ഭൂലോകത്തിലെങ്കിലും തന്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെല്ലാം മനുഷ്യരും പാപികളുമാണ്. മനുഷ്യൻ പാപികളുമാണ്. പാപികളായിരിക്കുന്ന ജനത്തിന്റെ പാപത്തിന് പരിഹാരം ഹല്ലേലൂയ നിങ്ങൾ യേശുവിലൂടെ വിശ്വസിക്കുക. അതുകൊണ്ടാണ് വചനപ്രകാരം കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവർ വിശ്വസിക്കാത്തവന് എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിക്കുന്നതില്ലാതെ എങ്ങനെ കേൾക്കും? ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ രേഖപ്പെടുത്തി നോക്കിയിട്ടില്ല. റോമാലേഖനത്തിലേക്ക് ഇവരും കാണാൻ കഴിയും. അതുകൊണ്ടാണ് സുവിശേഷം സകല ലോകത്തിനും പ്രസംഗിക്കുന്നത്. നിങ്ങൾ കേട്ടില്ല എന്ന്, അറിഞ്ഞില്ല എന്ന്, കണ്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കാതുകളിൽ സുവിശേഷം കേൾപ്പിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിനക്കൊരവസരം ദൈവം ഒന്ന് തരികയാണ്. ഒരവസരം നിനക്ക്, എന്നെ കേൾക്കുന്ന സഹോദര പിതാവി, നിനക്ക് ഒരു അവസരം. നിന്റെ മദ്യപാനം, നിന്റെ വെറുക്കൂത്ത്, നിന്റെ ദുർജീവിതം, നിന്റെ അസന്മാർഗ്യമായ ജീവിതങ്ങളൊക്കെ വിട്ട് മടങ്ങി വന്ന് പാപത്തിലും ശാപത്തിലും ബന്ധത്തിൽ അകപ്പെട്ട് കിടക്കുന്ന മഹാവ്യാധിയിൽ മഹാരോഗത്താൽ കെട്ടപ്പെട്ട് കിടക്കുന്ന നിന്നെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ എത്തിക്കാൻ വേണ്ടി യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ പല ചോദ്യങ്ങൾക്കും യേശു ക്രിസ്തു മറുപടി തരും. അത് വിശുദ്ധ വചനത്തിലുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം. അതെ, ദൈവം നിന്നെ വിളിച്ച വിളിയിൽ നീ ദൈവത്തിന് ഉറച്ചു നിന്നാൽ ആ തെരഞ്ഞെടുപ്പിന്റെ അവകാശം നിനക്ക് നിത്യയിലെത്താം. അല്ല, നീ പാപത്തിൽ വസിക്കുകയാണെങ്കിൽ നിനക്ക് നരകം കിട്ടും. അതുകൊണ്ട് മാനസാന്തരം മടങ്ങി നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനം കേട്ട് യേശുവിന്റെ ഹൃദയം കൊടുക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുക സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ് കിടക്കുന്ന സകല ജനത്തിന് മാനവകുലത്തിന് രക്ഷ നൽകുവാൻ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ ജനം നിത്യജീവനെ പ്രാപിപ്പാടിയാകണം. ആരും നഷ്ടപ്പെട്ടു പോയിട്ടേയാകരുതെന്ന് പ്രാർത്ഥിക്കും. സകല മഹത്വം എടുക്കണമേ, സകല കൃപയും പകരണം. യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.